ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസ്റ്റോറിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണക്കിന്റെ ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന ക്ലാസ്സുകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഹിസ്റ്റോറിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3900 രൂപയെ ABC എന്നിവർക്ക് യഥാക്രമം 1/2, 1/3, 1/4 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഇതിൽ എക്ക് മാത്രം 2000 രൂപ ലഭിക്കും. നമ്മളിത് ചെയ്തു വരുമ്പോൾ എക്ക് എത്ര വിഹിതമാണ് ലഭിക്കുക എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവര് പറയണത് 2000 രൂപ ലഭിക്കും. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് പ്രസ്താവന ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബിയുടെയും സിയുടെയും വിഹിതങ്ങളുടെ വ്യത്യാസം 300 രൂപയാണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എത്ര രൂപയാണ്? 3900 രൂപ. അംശബന്ധം എങ്ങനെയാ? 1/2, 1/3, 1/4. അപ്പൊ നമ്മള് ഇങ്ങനെ അംശബന്ധം തന്നിട്ടുണ്ട് അല്ലെ, 1/2, 1/3, 1/4. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവയുടെ LCM കാണണം. LCM കാണാൻ അറിയാത്തവരാണെങ്കിൽ ഈ ചാനലിന്റെ ഇപ്പൊ ഇടുന്ന ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ലിങ്ക് ഇടാം, അത് മറക്കാതെ പോയി കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ LCM കാണാം കേട്ടോ. 2, 3, 4 എളുപ്പല്ലേ. 1, 3, 2, 3, 2, 6, 6, 2, 12. LCM എത്രയാണ്? 12 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഈ 12നെ 12 × 1/2 ചെയ്യാം. 12 × 1/3 ഇതൊക്കെ തന്നെ കേട്ടോ. 12 × 1/4 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു അംശബന്ധം കിട്ടും. ഓക്കെ. 6, 2, 12. അപ്പൊ 6, 4, 3, 12. ഇവിടെ 4 കിട്ടും. അതുപോലെ തന്നെ 3, 4, 12, 3 കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് പുതിയൊരു അംശബന്ധം കിട്ടി. എങ്ങനെ കിട്ടിയത്? 6:4:3 എന്ന് പറയുന്ന ഒരു അംശബന്ധം കിട്ടി. ഇത് 3ഉം കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ഓരോരുത്തരെ വിഹിതങ്ങൾ നമുക്ക് നോക്കാം. എക്ക് എത്ര കിട്ടും, ബിക്ക് എത്ര കിട്ടും, സിക്ക് എത്ര കിട്ടും നോക്കാം. ഓക്കെ. എയുടെ നമ്മൾ എങ്ങനെ കാണും? എയുടെ 6 ആണ് ഇവിടെ അല്ലെ. നമ്മൾ പുതിയൊരു അംശബന്ധം കിട്ടി. ഇതിൽ 6 A ആണ്, ഇത് B ആണ്, ഇത് C ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? 3900 × 6/6. എയുടെ 6 ആണ്. ടോട്ടൽ കൂട്ടിയപ്പോ എത്രയാണ്? 13. 6/13. ഇത് ചെയ്താൽ നമുക്ക് എയുടെ വിഹിതം കിട്ടും. അപ്പൊ 3ല് എത്ര പ്രാവശ്യ? 13ല് 13 × 3 39, 300 അല്ലെ. 6, 3, 18, 1800. ഓക്കെ. അപ്പൊ എയുടെ വിഹിതം എത്രയാണ്? 1800 ആണ്. പക്ഷെ ഇവിടെ 2000 രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ്. എത്ര കിട്ടി? 1800 ആണ് കിട്ടുക. ഇതുപോലെ തന്നെ BD നമുക്ക് കിട്ടും അല്ലെ. 3900 × 4 ആണ്. 4/13. ഇതേപോലെ തന്നെ 300. 4, 3, 12, 1200 ആണ് കിട്ടിയത്. സി ഇവിടെ നമ്മളോട് ബിയുടെ ചോദിച്ചിട്ടില്ല. ബിയുടെയും സിയുടെയും വിഹിതങ്ങളുടെ വ്യത്യാസമാണ് കാണേണ്ടത്. അപ്പൊ ബിയും സിയും കണ്ടിട്ട് അത് തമ്മിൽ കുറച്ചാ പോരെ. ഇപ്പൊ ബി എത്രയാണ്? 1200 കിട്ടി അല്ലെ. ഇനി സിയുടെ കാണണം. സിയുടെ എങ്ങനെ കിട്ടും? 3900 × 3. 3 ആണ് സിയുടെ അല്ലെ. 3/13. അപ്പൊ എങ്ങനെ കിട്ടാ? 300. അപ്പൊ 300 × 3 എത്രയാ? 900. ഇനി ബിയുടെയും സിയുടെയും വ്യത്യാസം കണ്ടാ പോരെ. 12000 - 900 എത്ര കിട്ടാ? 300. ഓക്കെ. അപ്പൊ ആൻസർ എത്രയാണ്? 300 ആണ് അല്ലെ. ഇവിടെ വ്യത്യാസം എത്രയാണ്? 300 ആണ്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്, ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ ചെയ്യേണ്ടത് മനസ്സിലായ? ആദ്യം ഇങ്ങനെ അംശബന്ധം തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ LCM എടുക്കണം. അതിനുശേഷം നമുക്ക് പുതിയൊരു അംശബന്ധം കിട്ടും. അതിന്റെ സമ്മ് നമ്മൾ അതിനെ ആഡ് ചെയ്തിട്ട് നമ്മൾ കാണണം. അപ്പൊ എത്രയാണ്? 13 നമുക്ക് കിട്ടും. then ഇവിടെ നമുക്ക് ടോട്ടൽ എത്രയാണ്? 3900 രൂപയാണ് അല്ലെ. അപ്പൊ 3900 × ഈ പുതിയ അംശബന്ധത്തിൽ നിന്ന് ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള സംഖ്യ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ വിഹിതങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ സിമ്പിൾ അല്ലേ. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വർക്ക് ആൻഡ് ടൈം, ജോലിയും സമയവും, ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ. ഒരു ജോലി 5 ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ. ഓരോ ദിവസവും 3 മണിക്കൂർ ജോലി ചെയ്യും. ബി അതേ ജോലി 2 ദിവസം കൊണ്ട് ചെയ്യും. ഓരോ ദിവസവും എത്ര മണിക്കൂറാ? 5 മണിക്കൂർ ജോലി ചെയ്യും. എങ്കിൽ എയും ബിയും ഒരുമിച്ച് ഓരോ ദിവസവും 3 മണിക്കൂർ ജോലി ചെയ്താൽ
എത്ര ദിവസം കൊണ്ട് തീർക്കും? ദിവസമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ ഈ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ഒരുമിച്ച് ചെയ്ത എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്ത എത്ര ദിവസം, എത്ര ടൈം, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ഒരുമിച്ച് എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. ഈ ഇക്വേഷനാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ ഒരു ജോലി 5 ദിവസം കൊണ്ടാണ്. അപ്പൊ എ 5 ദിവസം കൊണ്ട് ഓരോ ദിവസവും എത്ര മണിക്കൂറാ? 3 മണിക്കൂർ. അപ്പൊ ടോട്ടൽ എത്ര മണിക്കൂറായി? 5 × 3 15 മണിക്കൂർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബി എങ്ങനെയാണ് തന്നിട്ടുള്ളത്? 2 ദിവസം കൊണ്ട് ഓരോ ദിവസവും 5 മണിക്കൂർ. അപ്പൊ 2 ദിവസം കൊണ്ട് 5 മണിക്കൂർ. അപ്പൊ എത്രയാ? 10 അല്ല. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ യൂസ് ചെയ്താൽ മതിയില്ലേ? 15 × 10 / 15 + 10 എത്ര? 25. 25 5 പ്രാവശ്യം, ഇത് 3 പ്രാവശ്യം, 5 10 2 പ്രാവശ്യം, 3 × 2 6. 6 നമുക്ക് കിട്ടി 6 മണിക്കൂർ. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? എയും ബിയും ഒരുമിച്ച് ഓരോ ദിവസവും 3 മണിക്കൂർ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നതാണ്? ദിവസമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 6നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ പോരെ? 6/3 നമുക്ക് എത്ര കിട്ടും? 2. എത്ര ദിവസമാണ്? 2 days. ഓക്കെ, 6/3 ചെയ്താൽ 2 days ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും ചോദിക്കാറുണ്ട് എയും ബിയും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം കേട്ടോ. എ ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തുടർച്ചയായ 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി 33 ആണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, 7 ഒറ്റ സംഖ്യകളിലെ മധ്യത്തിലെ സംഖ്യ 33 ആണ്. ഓക്കെ, 7 ഒറ്റ സംഖ്യകളിലെ മധ്യത്തിലെ സംഖ്യ 33 ആണ്. രണ്ടാമത്തെ പ്രസ്താവന, ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ 39 ആണ്. നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ തന്നിട്ടുണ്ട്, തുടർച്ചയായ ഇത്ര 7 ഒറ്റ സംഖ്യ എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ ഇങ്ങനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടർച്ചയായ ഇത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ശരാശരി എന്താണോ ആ ശരാശരി തന്നെയാണ് അതിന്റെ മധ്യത്തിലെ സംഖ്യ എന്ന് പറയുന്നത്. ഓർത്തു വെക്കാം, തുടർച്ചയായ ഇവിടെ 7 അല്ല, വേറെ ഏതെങ്കിലും സംഖ്യ ആണെന്ന് വിചാരിക്കുക, ഏതായാലും കുഴപ്പമില്ല. തുടർച്ചയായ ഇത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരി ഏതോ ഒരു സംഖ്യ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആ സംഖ്യ ഏതാണോ ആ സംഖ്യ തന്നെയാണ് എന്ത്? അതിന്റെ മധ്യത്തിലെ സംഖ്യ എന്ന് പറയുന്നത്. തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ മധ്യത്തിലെ സംഖ്യ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ശരാശരി തന്നെയാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ശരാശരി 33 ആണ്. അപ്പൊ മധ്യത്തിലെ സംഖ്യയും 33 തന്നെയാണ്. അപ്പൊ ഈ പ്രസ്താവന ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന എന്തായിരുന്നു? ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ 39 ആണ് അല്ലെ. അപ്പൊ 39 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? ശരാശരി എത്രയാ? 33 പ്ലസ് എത്ര ഒറ്റ സംഖ്യകളാ? 7 ഒറ്റ സംഖ്യകൾ. -1 ചെയ്താൽ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് കിട്ടും. അപ്പൊ 33 പ്ലസ് എത്രയാണ്? 6 ചെയ്താൽ എത്രയാ? 39 കിട്ടും. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സംഖ്യ എത്രയാണ്? 39 ആണ്. ആ പ്രസ്താവനയും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ 33 + 7 - 1 ചെയ്താൽ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അപ്പൊ അതും എത്രയാണ്? 39 ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ്? ശരാശരി, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണോ അത് തന്നെയാണ് അതിന്റെ മധ്യത്തിലെ സംഖ്യ എന്ന് പറയുന്നത്. അതെപ്പോഴും ഓർത്തു വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 5 വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനയിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, ഇരട്ടിയാകുമ്പോൾ പലിശ നിരക്ക് 20% രണ്ടാമത്തെ പ്രസ്താവന, ഇതേ തുക 3 ഇരട്ടിയാകാൻ 10 വർഷം എടുക്കും. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ എന്ന് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാം? ഇരട്ടിയാകുമ്പോൾ പലിശ നിരക്ക് 20% പലിശ നിരക്ക് 6 ആണ്. ഓക്കെ, ഇക്വേഷൻ കേട്ടോ. 6 ആണ് പലിശ നിരക്ക് കാണും. അപ്പൊ 100/n. n എന്ന് പറയുന്നത് വർഷമാണ്. വർഷം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര വർഷ? 5 വർഷം കൊണ്ട് ഇരട്ടിയാവുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ n എത്രയാണ്? 5 വർഷമാണ്. അപ്പൊ 100/5 ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പലിശ നിരക്ക് 6 കിട്ടില്ലേ? അപ്പൊ എത്ര കിട്ടുക? 20% ആണ്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. അപ്പൊ ഇരട്ടിയാകുമ്പോൾ പലിശ നിരക്ക് 20% അപ്പൊ ഇക്വേഷൻ ഏതാ യൂസ് ചെയ്യേണ്ടത്? R = 100/n. അപ്പൊ 100/n ചെയ്താൽ എത്ര കിട്ടുക? 20%. അപ്പൊ ഫസ്റ്റത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതേ തുക 3 ഇരട്ടിയാകാൻ 10 വർഷം എടുക്കും. ഓക്കെ, അപ്പൊ 3 ഇരട്ടിയാകാൻ
ഈ തുക തന്നെ 3 ഇരട്ടിയാകാൻ 10 വർഷം എടുക്കും. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 2n എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. n എന്ന് പറഞ്ഞാൽ എപ്പോഴും വർഷമാണ് കേട്ടോ. അപ്പൊ 2 × 5 ചെയ്താൽ മതി. 2 × 5 = 10. ഓക്കെ, അതും ശരിയാണ്, 10 വർഷം എടുക്കും. ഓക്കെ, അപ്പോൾ ഇരട്ടിയാകുമ്പോൾ പലിശ നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ r = 100/n എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. 3 ഇരട്ടിയാകാൻ, ഇതേ തുക 3 ഇരട്ടിയാകാൻ എത്ര വർഷം, 10 വർഷം എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവന ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്ത് 2n എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തു. n എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്, 5 ആണ് അല്ലെ. അപ്പോ 2 × 5 10 ആണ്. അപ്പൊ ഈ പ്രസ്താവനയും ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ഈ ക്ലാസ്സിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ശരാശരി ഏവറേജിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 10 സംഖ്യകളുടെ ശരാശരി 70. അതിൽ ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി 60 ആണ്. അവസാനത്തെ 6 സംഖ്യകളുടെ ശരാശരി 50 ആണെങ്കിൽ 5ാമത്തെ സംഖ്യ ഏത്? ഓക്കെ, അപ്പോ 10 സംഖ്യകളുടെ ശരാശരി 70 ആണ്. അപ്പൊ 10 × 70 എത്രയാണ്? 700 ആണ്. ഓക്കെ, അതിൽ ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 60 ആണ്. അപ്പൊ 5 × 60 എത്രയാണ്? 6 × 30 300 ആണ് ടോട്ടല്. അവസാനത്തെ 6 സംഖ്യകളുടെ ശരാശരി 50 ആണെങ്കിൽ 6 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 50. അപ്പൊ എത്ര ടോട്ടല് കിട്ടുക? 6 × 30 300. എങ്കിൽ 5ാമത്തെ സംഖ്യ ഏത്? അപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പമല്ലേ. 5ാമത്തെ സംഖ്യ ഏത്, അല്ലെങ്കിൽ 4ാമത്തെ സംഖ്യ ഏത്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആദ്യത്തെ 10 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ടോട്ടൽ 700 ആണ്. ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി ടോട്ടൽ എത്രയാണ്? 300 ആണ്. 6 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ടോട്ടല് 300 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ 700-ൽ നിന്ന് മൈനസ് ഈ 2 സംഖ്യകളും കൂട്ടാം, 300 + 300. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5ാമത്തെ സംഖ്യ കിട്ടില്ലേ? അതായത് 700 - 600 അല്ലെ. 300 + 300 എത്രയാണ്? 600. 700 - 600 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പൊ എത്രയാണ്? 5ാമത്തെ സംഖ്യ എത്രയാണ്? 100 ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മുടെ ഈ ഒരു ഏവറേജിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ എത്രയാണ്? 100 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിലെ 5 ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ അടുത്ത ക്ലാസ്സിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.